ഇങ്ങനെ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ജെനുവിൻനെസ്. അതാണ് എനിക്ക് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് നിങ്ങളെ നേരത്തെ ഇഷ്ടമാണ്, ഇപ്പം ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഈ 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇതിലും കൂടുതൽ സംസാരിച്ച് ഇനി നിങ്ങൾ തന്നെ എന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കും. ഞാൻ പുറത്താക്കൂല കേട്ടോ. ഇവർ എഴുന്നേറ്റോണ്ട് മാത്രം, ഇല്ലെങ്കിൽ 4.5 മണിക്കൂർ പോയാനാ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെയിൻ ഇന്റർവ്യൂ സത്യം പറഞ്ഞ ഇതാണ്. അത് എന്ത് കാർഡ് കഴിഞ്ഞാ? ഇത് എത്ര മണിക്കൂർ കാർഡാ? അവൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം മാഞ്ഞു പോകും മുന്നുള്ളത്. ഇല്ല ആ ബ്രോ എല്ലാം മായം കലണ്ടർ. അല്ല അതാ പറഞ്ഞേ. അപ്പോൾ അത് ഷൈൻ ചേട്ടൻ്റെ കൂടെ വന്നതുകൊണ്ട് ഇപ്പം ഞാൻ ആരായതെന്ന് സത്യം പറഞ്ഞാൽ കപ്പയ ഡയറക്ടർ ആണോ ഇല്ലയോ ഒന്നും ആർക്കും അറിയത്തില്ല. കാരണം നമ്മളെ വലിയ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒന്നും കൊടുക്കുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. പല ഡയറക്ടേഴ്സിന് ഇന്റർവ്യൂസ് കൊടുക്കാൻ താല്പര്യം. ഞാൻ മെയിനായിട്ട് ശരിക്കും കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ഇന്റർവ്യൂ ഒക്കെ ഓക്കെ, നമ്മൾ ഒരു ദിവസം ഇരുന്നൊരു 30 ഇന്റർവ്യൂ അപ്പം മടുക്കും. അതിനാശം കപ്പിയാരിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മീൻസ് അന്ന് ഇത്രയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അന്ന് വന്നിട്ടില്ല, ഇല്ലായിരുന്നല്ലോ. ചെറിയ ഉണ്ട്, എന്നാലും ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ അധികം കൊടുത്തിട്ടുമില്ല. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റ്? അടിപൊളി ഇത് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട്? ഇത് അണ്ടിപ്പരിപ്പിന്റെ പാത്രം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിവിടെ തീർത്തിട്ടില്ലല്ലോ ഒരു ഗസ്റ്റും വന്നിട്ട്. ഇല്ല, ഇതുവരെ ആരും തിന്നിട്ടില്ല. ഞാനും വരെ ഇന്നാണ് തിന്നണത്. എന്ന് വാങ്ങി വെച്ചത്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റ് വന്നിട്ട്? നല്ല പരിപാടിയായിരുന്നു. അതിന് കാണുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അതെങ്ങനെ ഔട്ട് വരുന്നത്. കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പലതും ആളുകൾക്ക് എന്റർടൈനിങ് ആവണമെന്നില്ല. ഞാൻ എൻ്റെ ഇന്റർവ്യൂസിൽ കുറച്ച് ആളുകൾ പറയുന്ന ഈ നെഗറ്റീവ് പരിപാടികളില്ലേ, അത് എന്റർടൈനിങ് കൂടി ആവണല്ലോ ഈ ഇന്റർവ്യൂസ്. അല്ലാതെ വെറുതെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂസ് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പല സമയങ്ങളിലും അത് കൂടുതലായി പോയിട്ട് ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഈ അരസികൻ ആവുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചു തന്നെ. അത് എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു ഒരുപാട് സമയങ്ങളിൽ. അതുകൊണ്ട് ഇന്റർവ്യൂസും സംസാരമൊക്കെ ഞാൻ കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ. മനസ്സിലായല്ലോ? മനസ്സിലായി, തീർച്ചയായും. എനിക്കത് കുറച്ച് നേരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂ അല്ല കേട്ടോ പോഡ്കാസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് സാധനമല്ല, ഓപ്പൺ കോൺവെർസേഷൻസ് ആണ് കൂടുതൽ. ഇന്റർവ്യൂസ് ഞാനൊക്കെ ആദ്യം കൊടുത്തിരുന്നത് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ അവരൊരു ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയും. പിന്നീട് ഞാൻ അതിനെ കോൺവെർസേഷൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കോൺവെർസേഷൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഭംഗി. മറ്റത് ഒരു ചോദ്യോത്തരം പോലെ സ്ഥിരം ചോദ്യമായിരിക്കും. നിങ്ങൾ കുടിച്ച ഗ്ലാസ്സിൽ എത്രാമത്തെ തുള്ളിയിലാണ് നിങ്ങളുടെ ദാഹം തീർന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മളെങ്ങനെ മറുപടി പറയാം? അത് പറ്റൂല. എന്താടാ ഒരു കയ്യടി വേണം ചേട്ടാ.